നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അവിടുത്തെ എററിന്റെ ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് 2π into root of k by m. The measured value of mass of the object is given by 10 gram and the accuracy is 10 milligram and the time for 50 oscillation of the spring is found to be 60 seconds by using a watch of 2 second resolution. The percentage error in spring constant. സ്പ്രിംഗ് കോൺസ്റ്റന്റിൽ എറർ ആണ്. അപ്പോൾ മാസ് മെഷർ ചെയ്തപ്പോഴും അതിൽ എറർ ഉണ്ട്, ടൈം മെഷർ ചെയ്തപ്പോഴും എറർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റിൽ വന്ന എറർ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ മെഷർ ചെയ്തതല്ലേ, അപ്പോൾ രണ്ടിലും എറർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കെയിൽ എറർ ഉണ്ടാകും. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ടൈം പീരീഡിന്റെ ഫോർമുല 2π into root of k by m ആണ്. നിങ്ങൾക്ക് കെ അല്ല വേണ്ടത്, അപ്പോൾ കെ ഈക്വൽ ടു തന്നെ എഴുതണം, എന്നാലേ ആൻസർ കിട്ടുള്ളൂ. അല്ലാതെ ഇവിടുന്ന് എറർ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടൂല. എന്താണോ വേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം. അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് സ്ക്വയർ ചെയ്യാം. ദെയർഫോർ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ എം. നമുക്ക് എന്താ വേണ്ടത്? കെ ആണ് വേണ്ടത്. ദെയർഫോർ കെ ഈസ് ഈക്വൽ ടു, ഓക്കെ, ടൈം പീരീഡിന്റെ ഫോർമുല ഓൾറെഡി അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? ടി സ്ക്വയർ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ദെയർഫോർ കെ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എം ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എറർ മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെ എറർ മെത്തേഡ് എഴുതാറ്? ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 4ഉം പൈയും കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിൽ എറർ ഉണ്ടാവില്ല. ടി സ്ക്വയർ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 പ്ലസ് എം അല്ലേ, എം എങ്ങനെ എഴുതാം? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100. ഇനി നേരെ നമുക്ക് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ അതിൽ തന്ന ഡാറ്റാസ് നമുക്ക് എഴുതാം. ആദ്യം എം എന്ന് പറയുമ്പോൾ അതിന് ആക്ച്വൽ മാസ് ആണ്. ആക്ച്വൽ മാസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 10 gram ആണ്. ഡെൽറ്റ എം എന്ന് പറയുമ്പോൾ എറർ ആണ്, അപ്പോൾ അതിന് ആക്യുറസി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആക്യുറസി മീൻസ് അത്രത്തോളം അതിൽ വ്യത്യാസം വരാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആക്യുറസി എന്നൊരു ക്വസ്റ്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസമാണ്, അതിൽ എത്രത്തോളം എറർ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വൽ മാസ് 10 gram എന്ന് ക്വസ്റ്റിൽ തന്നു, അതിന് ആക്യുറസി അല്ലെങ്കിൽ അതിൽ എത്രത്തോളം വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട്? 10 milligram ആണ്. മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. അപ്പോൾ ആക്ച്വൽ മാസ് 10 gram. ആ 10 gram മെഷർ ചെയ്തപ്പോൾ അതിൽ എത്ര ആക്യുറസിയുടെ പ്രശ്നം വരുന്നുണ്ട്? 10 × 10⁻³ gram. ഇനി അതേപോലെ ഇതിന്റെ ആക്ച്വൽ ടൈം 50 ഓസിലേഷൻ അല്ലേ, 50 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എത്ര സമയം എടുത്തിട്ടുണ്ട്? 60 സെക്കൻഡ് ആണ്. അപ്പൊ അതിന് ആക്ച്വൽ ടൈം എത്രയാണ്? 60 സെക്കൻഡ്. മനസ്സിലായോ? അതായത് 50 ഓസിലേഷൻ, ഇങ്ങനെ 1 2 3, അപ്പൊ സ്റ്റോപ്പ് വാച്ച് വെച്ചു. 50 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തപ്പോൾ അതിന് ആക്ച്വൽ ടൈം, ടോട്ടൽ ടൈം എത്രയാ? ടോട്ടൽ ടൈം 60 സെക്കൻഡാ. ഇനി ആ വാച്ചിന് 2 സെക്കൻഡ് റെസൊല്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആ വാച്ച് കൊണ്ട് മിനിമം എനിക്ക് 2 സെക്കൻഡ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. 2 കഴിഞ്ഞാൽ പിന്നെ 4 മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്, അതാണ് അതിന്റെ എറർ. ഓക്കെ, അപ്പൊ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ എറർ ആണ്, അത് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ നിങ്ങളെ ടൈം മെഷർ ചെയ്തപ്പോൾ ആ ടൈമിന്റെ എറർ എത്രയാണ്? 2 സെക്കൻഡാ. 2 സെക്കൻഡ് വരെ പരമാവധി അതിൽ എന്ത് വരാൻ സാധ്യത ഉണ്ട്? എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആക്ച്വൽ മാസ് തന്നു, ചേഞ്ച് ഇൻ മാസ് തന്നു, ആക്ച്വൽ ടൈം തന്നു. ഓക്കെ, ടോട്ടൽ ടൈമിലെ ഈ 60 സെക്കൻഡ്, ടോട്ടൽ ടൈം 60 അല്ലേ, ആ ടോട്ടൽ ടൈം മെഷർ ചെയ്തപ്പോൾ ഇത്രയും എറർ വന്നിട്ടുണ്ട്. വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, ഇതിൽ ടൈം പീരീഡ് അല്ലേ ഞാൻ എഴുതിയിട്ടുള്ളത്, ടോട്ടൽ ടൈം അല്ലേ എന്നുള്ളത്. അതിനൊരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഫോർമുല അറിയുന്നുണ്ടാകും. പിന്നെ അതായത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു കേസിൽ ഇവർ ക്വസ്റ്റിൽ പറയാണ്, ആകെ പിന്നെ ഞാൻ ഇങ്ങനെ എഴുതാം കേട്ടോ, 10 ഓസിലേഷൻസ് നടന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. 10 ഓസിലേഷൻസ് നടന്നു. 10 ഓസിലേഷൻ നടക്കാൻ 20 സെക്കൻഡ് ടൈം എടുത്തു. 10 ഓസിലേഷൻ നടക്കാൻ 20 സെക്കൻഡ് ടൈം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് നോക്കാം. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനല്ലേ നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനല്ലേ ടൈം പീരീഡ്. അപ്പൊ ഇൻറ്റു 10 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഓസിലേഷൻ ആയിട്ട് മാറി അല്ലെ. 10നെ വേണമെങ്കിൽ 1 × 10 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 20 ഓൾറെഡി ഇവിടെ ഉണ്ട്, 10 ഇങ്ങോട്ട് വന്നു. അപ്പൊ എനിക്ക് ഇത്രയും കിട്ടി. അപ്പൊ എത്ര ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ സമയത്തിനല്ലേ നമ്മൾ ടൈം പീരീഡ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ടൈം പീരീഡ് കണ്ടത്? ടോട്ടൽ ടൈമിന് നമ്പർ ഓഫ് ഓസിലേഷൻ, ഈ 20 ആരാ ടോട്ടൽ ടൈം, ഈ 10 ആരാ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ ടോട്ടൽ ടൈമിനെ നമ്പർ ഓഫ് ഓസിലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് കിട്ടും. അത് ഒരു ഫോർമുലയാണ്. ഡൗട്ട് ഉള്ളവർക്ക് ഞാനത് ഡിറൈവ് ചെയ്ത് കാണിച്ചു. ഞാൻ 2 സൈഡും എറർ മെത്തേഡ് യൂസ് ചെയ്യട്ടെ. ഇപ്പൊ ഡെൽറ്റ ടി ബൈ ടി
ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇതിൽ എന്നിൽ എറർ ഇല്ല. എൻ എന്ന് പറയുമ്പോൾ ഓസിലേഷൻ എണ്ണമാണ്, എണ്ണത്തിൽ എറർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എൻ എന്ന് പറയുമ്പോൾ ഓസിലേഷൻ എണ്ണമാണ്, അതിൽ എറർ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ കോൺസ്റ്റന്റുകൾ നമ്മൾ എഴുതണ്ടല്ലോ. അപ്പൊ ഡെൽറ്റ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100. അപ്പൊ മനസ്സിലായത് ടൈം പീരീഡിന്റെ എററും ടോട്ടൽ ടൈമിന്റെ എററും എന്താണ്, സെയിം ആണ്. അപ്പൊ അല്ലെങ്കിൽ പലർക്കും ഡൗട്ട് ഉണ്ടാകും, ഇതിൽ പിന്നെ ടൈം പീരീഡ് അല്ലേ, ഞാനിവിടെ ടോട്ടൽ ടൈം അല്ലേ എഴുതിയത്, രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. അപ്പൊ വാല്യൂ കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ടൈമിൽ എറർ ആണ്, അത് സ്മോൾ ലെറ്റർ രണ്ടും ഈക്വൽ ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുമ്പോൾ ആക്ച്വൽ ടൈം ആണ്. ആക്ച്വൽ ടൈം എത്രയാണ്, 60 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിലേക്ക് മാറ്റണ്ട. ഇൻറ്റു 100. ഡെൽറ്റ എം മാസിൽ എറർ എത്രയാണെന്നറിയോ, 10 ഇൻറ്റു 10⁻⁻3. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 10⁻2 എന്ന് എഴുതാം. ആക്ച്വൽ മാസ് എത്രയാണ്, 10. 2 ഗ്രാമിലായതുകൊണ്ട് പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട അല്ലേ, ഇൻറ്റു 100 ആണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ സീറോ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒഴിവാക്കാം. മേലെ എന്ത് വരുന്നുണ്ട്, 2 ഇൻറ്റു 2 അല്ലേ, മേലെ 2 ഇൻറ്റു 2 4 വരും. ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. സോ 20 ഡിവൈഡഡ് ബൈ 3 കറക്റ്റ് അല്ലേ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 0 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10⁻⁻1 എന്ന് പറയുമ്പോൾ 0.1. 20 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 6.66 അല്ലേ, പ്ലസ് 0.1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു that will be equal to 6.7 something. Therefore option 4 is the correct answer, option 4.